കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിൽ SFI നേതാവിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം ജനമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് കെ സുധാകരൻ MP. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മദ്യപാനികളുടെ എണ്ണം കൂട്ടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എ ശർമിള അധ്യക്ഷയായി. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ PC രാഗേഷ് അവതരിപ്പിച്ച ഏകപാത്ര നാടകം അച്ഛൻ ശ്രദ്ധേയമായി. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റിയതായിരിക്കും സഹിക്കാൻ പറ്റുക ആണക്കിടലും ആദ്യം പൊളിച്ചു കണ്ണു ഉടുതുണിയില്ലാതെ ചോരി ഒലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. എന്നാ ഇടാൻ പറ്റുക ഇടാൻ പറ്റുക നിങ്ങളെല്ലാവരും എന്റെ കൂടി ഉണ്ടാവില്ലേ നിങ്ങളെല്ലാവരും എന്റെ കൂടി ഉണ്ടെങ്കിലേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നാലുണ്ടല്ലോ ഈ കാട്ടുകള്ളന്മാർ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ തട്ടാൻ പറ്റും. ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഡോക്ടർ KV ഫിലോമിന, അമൃത രാമകൃഷ്ണൻ, VA നാരായണൻ, സുമ ബാലകൃഷ്ണൻ, ലിസി ജോസഫ്, പ്രൊഫസർ AD മുസ്തഫ, ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, നസീമ ഖാദർ, EP ശ്യാമള, TC പ്രിയ, അത്തായി പത്മിനി, ഉഷ അരവിന്ദ്, KP വസന്ത, ജയ്ഷ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് 5 വരെയായിരുന്നു ഉപവാസ സമര പ്രഖ്യാപനം. ഉദ്ഘാടനശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച സുധാകരൻ സർക്കാരിന് ലഹരി മാഫിയകളോട് പ്രതിബദ്ധതയാണെന്ന് പറഞ്ഞു. കർശനമായ നടപടികളാണ് ആവശ്യം. പക്ഷേ ഏത് പൊട്ടനോടാണ് പറയേണ്ടത്? കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ വിട്ടത് ശരിയായില്ല. വിദ്യാർത്ഥികളെ എന്നല്ല, SFI നേതാക്കളുടെ മുറിയിൽ നിന്നാണ് പിടിച്ചതെന്ന് പറയണം. കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്നവനെ വിദ്യാർത്ഥിയെന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഒരിക്കലും വിദ്യാർത്ഥികളെന്ന് പറയുന്ന ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ്. ആരാ ഇത്? കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാ? എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണം. ആ പരിശോധന നടക്കുമെന്ന ഭയപ്പാടിലെങ്കിലും കുട്ടികൾ മാറണം. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ആരോടാ പറയേണ്ടത്? ഏത് പൊട്ടനോടാ പറയേണ്ടത്? ഏത് മന്ത്രിയോടാ പറയേണ്ടത്? ഏത് മന്ത്രിയാണ് അത് കേൾക്കുക? ഏത് മന്ത്രിയായി സഹായിക്കുക? ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക? ഒന്നും ചെയ്യില്ല. അവരൊക്കെ പ്രതിബദ്ധരാണ്. കഞ്ചാവും കള്ളും വിൽപ്പന നടത്താൻ പ്രതിബദ്ധരാണ്. ഇവിടെ കള്ള് ഷാപ്പ് വർദ്ധിപ്പിക്കുക, കഞ്ചാവ് കൂടുതൽ വിൽപ്പന നടത്തുക, വരുമാനം ഉണ്ടാക്കുക, അതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അവരെ രക്ഷിക്കുക എന്നതാണ്. ഞങ്ങൾ ആ ലക്ഷ്യമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.